നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലാണ് ഫൈനർ സ്റ്റുക്കോ. ഇത് 1 kg, 2 kg, 5 kg എന്നീ പാക്കുകളിൽ ലഭ്യമാണ്. ഇത് എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ ബ്ലാക്കും വൈറ്റ് ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വേറൊരു കളർ കോമ്പിനേഷനിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വൈറ്റ് ഭിത്തിയാണത്. വൈറ്റ് പ്രീമിയം എമൾഷൻ അടിച്ച് കവർ ചെയ്തിട്ടിരിക്കുന്ന ഭിത്തിയാണ്. അപ്പോൾ നമ്മൾ ഏത് കളർ ചൂസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ബേസായിട്ടൊരു പ്രീമിയം കോട്ട് വൈറ്റ് കൊടുക്കുക. വൈറ്റ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫൈനർ സ്റ്റുക്കോ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈനർ സ്റ്റുക്കോൻ്റെ വൈറ്റ് ആദ്യം ഇട്ടിട്ട് വേണം ബാക്കിയുള്ള കളറുകളും കാര്യങ്ങളും തുടങ്ങാനായിട്ട്. അപ്പോൾ ഫൈനർ സ്റ്റുക്കോ വൈറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് കോട്ടായിട്ട് ഇടുക. അപ്പോൾ ഇതേപോലെ ഫുള്ള് വൈറ്റ് ഫൈനർ സ്റ്റുക്കോ നമ്മൾ ഇട്ടതിന് ശേഷം വേണം ഇതിനകത്ത് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഐവറിയോ ഒരു ഗ്രീനോ ഒരു വേറെ ഏതെങ്കിലും ഗ്രേ ആണെങ്കിലും നമ്മൾ വൈറ്റ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ അതിനകത്തേക്ക് കളർ ടോണുകളും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് കോട്ട് ഇട്ട് ഒരു 2 മണിക്കൂറിന് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത കളറിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കളറും കാര്യങ്ങളും ചെയ്യുന്നത് കാണിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ഒരു പ്രീമിയം അടിച്ചു. അതിനുശേഷം ഫൈനർ സ്റ്റുക്കോ വൈറ്റ് നമ്മളിട്ടു. വൈറ്റ് ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഉണങ്ങാൻ വിട്ടു. വൈറ്റ് ഫൈനർ സ്റ്റുക്കോ ഉണങ്ങി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഐവറി, കുറച്ച് ബീച്ച്, അങ്ങനെ കുറച്ച് ഗ്രേ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ടോണാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിട്ടതിന് ശേഷം ഈ ഐവറിയാണ് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ സെക്കൻഡ് കോട്ടായിട്ടുള്ള ഒരു ഐവറി, ഒരു ലൈറ്റ് ബീച്ച് കളർ നമ്മൾ ചെയ്തു. ഇത് കുറച്ച് ഡാർക്കാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ലൈറ്റ് ആകും. നമ്മൾ ഏത് കളർ കൂട്ടിയാലും അത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് ലൈറ്റ് ആകും. അപ്പോൾ നമ്മളങ്ങനെ ഒരു ബേസായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് 2-3 കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഉണങ്ങാൻ വേണ്ടി വരേണ്ടി വരും. അപ്പോൾ ഇതിൽ കവറിങ് ആയിട്ടുണ്ടാവില്ല, അവിടെയൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ്നസ് കാണാം. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, കാരണം ഇനിയും കളർ ഇതിൽ വരാവുന്നതാണ്, അപ്പോൾ വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കവറിങ് ആയാലും കുഴപ്പമില്ല. ഐവറി ഒരു ടോൺ, ഇനിയൊരു ഗ്രേയും പിന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ബീജും കൂടി കൊടുത്ത് ഒരു ലൈൻസ് പോലെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളൊരു ഡാർക്ക് ഐവറി, കുറച്ച് വൈറ്റ് ഫൈനർ സ്റ്റുക്കോയാണ് വെച്ചേക്കുന്നത്. ഡാർക്ക് ഐവറി ഫൈനർ സ്റ്റുക്കോയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറും പിന്നെ വൈറ്റ് ആയിട്ടുള്ള ഫൈനർ സ്റ്റുക്കോവും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ബ്ലേഡിൻ്റെ ട്രവലിൻ്റെ ഒരു തുമ്പത്ത് വെക്കുക. ഇതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സൈഡിൽ നിന്ന് നമ്മൾ മിക്സ് ചെയ്ത് വൈറ്റും ഐവറിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ പാറ്റേണൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഒരു ഡാർക്ക് ബീജ് കളറുണ്ട്, ലൈറ്റ് ഒരു ഐവറി ഉണ്ട്, ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്രേ ഇട്ട്, അങ്ങനെ ഒരു 3 കളർ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ പേപ്പറിങ്ങാണ് അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ അത് മൊത്തം ഒന്ന് പേപ്പർ ചെയ്യുക, കാരണം ഇവിടെയൊക്കെ ഒരു തടിപ്പൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ആ തടിപ്പൊക്കെ കളഞ്ഞ് മൊത്തത്തിലൊന്ന് പേപ്പർ ചെയ്ത് സ്മൂത്താക്കുക. സ്മൂത്താക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ഗ്രെയിൻസോ ലൈൻസോ അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അതിന് ശേഷം നമുക്ക് വാക്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് പാറ്റേൺ. അപ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂറെങ്കിലും നമ്മൾ ഉണങ്ങാൻ വേണ്ടി വിടണം. ഉണങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് പേപ്പറിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ പേപ്പറിങ് ചെയ്യുക, പിന്നെ ലൈൻസ് ഇടണമെങ്കിൽ ലൈൻസ് ഇട്ട് കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് വാക്സ്. ലൈൻസ് ഇട്ടില്ലെങ്കിലും ഈ ഒരു പാറ്റേൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിൽ 2 രീതിയിൽ നമുക്ക് കാണിക്കാം. അതിന് ശേഷമാണ് വാക്സ് ഇടുന്ന രീതി. അപ്പോൾ ഏകദേശം 2 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പേപ്പറിങ് കഴിഞ്ഞു, പിന്നെ അതിനകത്ത് ലൈൻസ് ഇടാനുള്ള കാര്യങ്ങളെല്ലാം ലൈൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈൻസ് ഇടാൻ ഉപയോഗിക്കുന്ന നമ്മൾ സ്റ്റെയിനറും പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ച സ്റ്റിക്കോൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ലൂസാക്കിയിട്ട് വേണം നമ്മൾ അതിനകത്ത് ലൈൻസും കാര്യങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരെ വാക്സിലേക്ക് കടക്കാം. വാക്സ് നമ്മൾ മാൻഷൻ പോളിഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മാൻഷൻ പോളിഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കാർ പോളിഷ് ചെയ്യണ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റബ്ബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വാക്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫിനിഷ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാക്സ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വാക്സൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് ആ ഗ്ലോസ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഗ്ലോസി ആയിട്ടുണ്ട്, നല്ല ഗ്ലോസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ശരിക്കും ഡ്രൈ ആകണ വരെ നമ്മളത് മെഷീൻ ഓടിച്ച് അത് ശരിക്കും ഉണങ്ങണ വരെ അത് മെഷീൻ ഓടിച്ച് റബ്ബ് ചെയ്ത് അത്രത്തോളം ഗ്ലോസി ആക്കി എടുക്കുക. നമ്മൾ എത്ര ഗ്ലോസി ആകും അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഫൈനൽ സ്റ്റിക്കിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോസിനെസ്സാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ മാക്സിമം നമ്മൾ മെഷീനും പേപ്പറുകളും ഉപയോഗിച്ചിട്ട് അത് ഗ്ലോസി ആക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നീട് ഇതിൽ നമ്മൾ 2 കളറുകളാണ് വരുന്നത്, ബ്ലാക്കും വൈറ്റും. അപ്പോൾ ബ്ലാക്ക് നമ്മൾ റെഡി ആയിട്ടാണ് വരുന്നത്, വേറെ സ്റ്റെയിനറും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നത് ബ്ലാക്ക് റെഡി മിക്സ് ആയിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ വൈറ്റിൽ നമ്മൾ കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്രൗണോ ഗ്രീനോ അങ്ങനെ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് വൈറ്റിൽ ആഡ് ചെയ്തെടുക്കാം. അതേസമയം വൈറ്റിൽ നമ്മൾ ബ്ലാക്ക് ആക്കാനായിട്ട് സ്റ്റെയിനർ എത്രത്തോളം നമ്മൾ സ്റ്റെയിനർ ഇട്ടാലും അത് ബ്ലാക്ക് ആകാൻ സാധ്യതയില്ല, കാരണം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതൊരു ഗ്രേ ടോണിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഇറക്കിയത്. അങ്ങനെ 2 കളറാണ് നമുക്ക് ഫൈനൽ സ്റ്റിക്കിൽ അവൈലബിൾ, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും. അപ്പോൾ ബ്ലാക്ക് ഒഴിച്ചിട്ട് ബാക്കി ഏത് കളർക്കും നിങ്ങൾക്ക് വൈറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് സാധാ സ്റ്റെയിനർ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റെയിനറുകൾ ഷോപ്പുകളിൽ കിട്ടുന്ന സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് കളറുകളെല്ലാം കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. പിന്നീട് ബാക്കി മാൻഷൻ പോളിഷും കാര്യങ്ങളെല്ലാം നമ്മൾ പോളിഷ് ചെയ്യണ പോലത്തെ തന്നെ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മൾ ഇതുപോലത്തെ ഫൈനൽ സ്റ്റിക്കോ തന്നെ നമ്മൾ വേറൊരു വീഡിയോസിൽ നമ്മൾ പല കളറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ഐവറി ടോണിൽ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് നമ്പറിലായിട്ട് ബന്ധപ്പെടുക.